സ്നേഹമുള്ള വിശ്വാസികൾ അറിയാൻ റോമിലേക്ക് പോയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ പിതാവും മാർ പാംബ്ലാനിയും തിരിച്ചെത്തിയിട്ടുണ്ട്. അവർ ആദ്യമേ കൈകരിഞ്ഞിന്റെ വിഷയം മറ്റൊന്നുമല്ല, ബസിലിക്കയിൽ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് ഉറപ്പുവരുത്തുന്ന വിശ്വാസികളുടെ ആ പ്രതിഷേധ സമയത്തിന് ഒരു അവസാനം ഉണ്ടാകണം. മാർ പാംബ്ലാനിയുടെ നിർദ്ദേശപ്രകാരമാണ് വിശുദ്ധവാരം കുർബാന അർപ്പിക്കാൻ ഇപ്പോൾ തീരുമാനമായത്. ഇതിന്റെ മറവിലൂടെ വിമതർ ജനാഭിമുഖ കുർബാന നടത്താനെത്തിയപ്പോഴാണ് വിശ്വാസികൾക്ക് ബസിലിക്കയിൽ നീതിക്കുള്ള സമരം ആരംഭിക്കേണ്ടി വന്നത്. അത് ഇരുവരും മനസ്സിലാക്കണം. മേജർ ആർച്ച് ബിഷപ്പ് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. വിശുദ്ധ കുർബാന ഒഴിച്ച് മറ്റെല്ലാ കർമാദികൾക്കുമായി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം തുറന്ന് പ്രവർത്തിക്കാമെന്ന വ്യക്തമായ കോടതി നിർദ്ദേശം നിലവിലുണ്ടെന്നതാണ് വസ്തുത. അത് മറച്ചുവെച്ചാണ് മാർ ജോസഫ് പാംബ്ലാനി ഡിസംബർ 1 മുതൽ ബസിലിക്ക കുർബാനയ്ക്കായി വിമതർക്ക് തുറന്നു കൊടുക്കാനുള്ള ശ്രമം നടത്തിയത്. എന്നിട്ട് റോമിലേക്ക് പോവുകയും ചെയ്തു. 2024 വിശുദ്ധ വാരത്തിന് തൊട്ട് മുമ്പ് അന്നത്തെ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ തരിയഞ്ഞാളിയത്തിന് രേഖാമൂലം കൊടുത്ത ഒരു നിർദ്ദേശം കോടതിയിൽ ഇപ്പോൾ കേസ് നിലനിൽക്കുന്നതുകൊണ്ടും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പാടില്ലെന്ന കോടതി വ്യക്തമായ നിർദ്ദേശം ഉള്ളത് കൊണ്ടും വിശുദ്ധ വാരത്തിൽ പള്ളിയിൽ തിരുക്കർമ്മങ്ങളൊന്നും നടത്തേണ്ടതില്ല എന്നായിരുന്നു. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായ ഫാദർ തോമസ് മങ്ങാട്ടിന് നിലവിലുള്ള കോടതി നിർദ്ദേശങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ഡിസംബർ 1 മുതൽ സമവായ സിദ്ധാന്തം അനുസരിച്ചുകൊണ്ടുള്ള ബലി അർപ്പണ രീതി തുടങ്ങുവാൻ രേഖാമൂലം നിർദ്ദേശം നൽകിയത്. ആ ഒരു ഗതികേടിനെയാണ് ഇപ്പോൾ വിശ്വാസികൾ സെന്റ് മേരീസ് ബസിലിക്കയ്ക്കുള്ളിൽ എതിർക്കുന്നത്. ബസിലിക്കയിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയാണ്. വിമതർ നവമാധ്യമങ്ങളിലൂടെയും പൊതുസമൂഹത്തിലൂടെയും പ്രാർത്ഥനാ യജ്ഞത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവർ ചെയ്തതുപോലെ തെരുവിലിറങ്ങി സഭാ നേതൃത്വത്തിൽ നാണം കെടുത്തിക്കൊണ്ടൊന്നുമല്ല ബസിലിക്കയിൽ പ്രാർത്ഥനയോടെ കഴിയുകയാണ് ഇപ്പോൾ വിശ്വാസികൾ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അംഗീകൃത കുർബാന ഇല്ലാത്തത് എല്ലാവരുടെയും ഒരു പ്രശ്നമായി കരുതണം. ഭക്തർ, സഹോദരങ്ങൾ, വിശ്വാസികൾ സഹനത്തിലും വേദനയിലുമാണ്. മെത്രാന്മാർ ആരും പ്രതികരിക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ അവർ ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കുർബാനയ്ക്ക് വേണ്ടി അനുരഞ്ജന ചർച്ചയ്ക്ക് വത്തിക്കാൻ പ്രതിനിധി തന്നെ വരണമെന്നാണ് ഇപ്പോൾ വിശ്വാസികളുടെ ആവശ്യം. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ ആരെയും അവർക്ക് വിശ്വാസവുമില്ല. തൽക്കാലം വത്തിക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഇപ്പോൾ അതിരൂപതയ്ക്കും ആവശ്യമാണ്. സഭയോടൊപ്പം നിൽക്കുന്ന സഭാവിശ്വാസികൾ സാധിക്കാവുന്ന സമയങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പിന്തുണ നൽകണം, ബസിലിക്കയിൽ എത്തണം എന്നാണ് ഇപ്പോൾ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത്തരമൊരു നീക്കത്തിന് സമരവുമായി മുന്നോട്ട് പോകുന്ന വിശ്വാസികളുടെ ആവശ്യത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ, അവരുടെ ആവശ്യത്തിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നീതി സമരം അവസാനിപ്പിക്കാൻ റോമിൽ നിന്നെത്തിയ മേജർ പിതാവും മാർ പാംബ്ലാനിയും ഒക്കെ എത്രയും വേഗം അടിയന്തരമായി നടപടിയെടുക്കണം എന്ന് മാത്രമാണ് വിശ്വാസികൾക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്.